എല്ലാവർക്കും കിനു സ്റ്റിച്ചിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നല്ല ഭംഗിയുള്ള ഒരു സ്ലീവ് ഡിസൈനാണ് തയ്ക്കാൻ പോകുന്നത്. ബ്ലൗസിനും ചുരിദാറിനൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഡിസൈനാണ്. ഇതിപ്പോൾ സ്ലീവിൻ്റെ ഹാഫ് പോർഷനാണ് കേട്ടോ. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ എടുക്കുന്നത് 6.25 ഇഞ്ചാണ്. താഴെ 2 ഇഞ്ച് നമ്മൾ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൈയുടെ വീതി എടുക്കുന്നത് 9 ഇഞ്ചാണ്. ഇതിപ്പോൾ ഒരു പീസാണ്. ഇതേപോലെ ഒരു പീസും കൂടി നമുക്ക് ആവശ്യമാണ്. എന്താ വെച്ചാൽ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ക്ലോത്ത് ഒന്നായിട്ട് നമുക്ക് സ്ലീവിന് കിട്ടിയെന്നില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഹാഫ് പോർഷൻ ആക്കിയതിന് ശേഷം ഇപ്പോൾ ഇതുപോലെ നമുക്ക് ഒരെണ്ണം കൂടി ആവശ്യമാണ്. ഇനി ഇതേ അളവിൽ തന്നെ നമുക്ക് ലൈനിങ് ക്ലോത്തും കട്ട് ചെയ്തെടുക്കാം, 2 ഇനി നമുക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്ലോത്താണ്. 2.5 ഇഞ്ച് വീതിയിലാണ് നമ്മൾ എടുക്കുന്നത്. നീളം ഇപ്പോൾ ഇതൊരു 13 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ഇതേപോലുള്ള 3 പീസ് നമുക്ക് ആവശ്യമാണ്. ഇപ്പോൾ 2 കാണിക്കുന്നുള്ളൂ. ആദ്യം നമ്മൾ ക്ലോത്തിൻ്റെ നല്ല ഭാഗം ഇതുപോലെ വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ലൈനിങ് വയ്ക്കുക. എന്നിട്ട് നമുക്ക് ഇതിലൂടെ അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ഈ അരികുവശം ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് മറിച്ചിടാം കേട്ടോ. ഇങ്ങനെ മറിച്ചിട്ടതിന് ശേഷം നമുക്ക് അതൊന്ന് പതിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ ഈ ഒരു പോർഷൻ ചെയ്ത പോലെ തന്നെ നമുക്ക് അടുത്തതിൻ്റെയും ലൈനിങ് ക്ലോത്തായിട്ട് അറ്റാച്ച് ചെയ്തെടുക്കാം. നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്കൊന്ന് മറിച്ചെടുക്കാം. മറിച്ചെടുത്തതിന് ശേഷം നമുക്കൊന്ന് പതിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ നമുക്ക് 2 പോർഷന് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് 1 ഇഞ്ച് വീതിയുള്ള ഒരു സ്ട്രെയിറ്റ് പീസ് എടുക്കാം. എന്നിട്ട് അതിൻ്റെ ഒരു സൈഡ് ഒന്ന് ചെറുതായി ഒന്ന് മടക്കി തയ്ച്ചു കൊടുക്കുക. എന്നിട്ട് മടക്കി തയ്ച്ച ഭാഗം വേണം ഇവിടെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഇതുപോലെ വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ഇനി നമുക്ക് അധികം വരുന്ന ഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം. കട്ട് ചെയ്ത് മാറ്റിയിട്ട് താഴ്ഭാഗം ഉള്ളിലോട്ടായിട്ട് ഇതുപോലെ വെച്ച് ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ബാക്കി കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി അടുത്ത ഭാഗം ഇതുപോലെ എടുക്കുക. എടുത്തതിന് ശേഷം താഴ്ഭാഗത്തായിട്ട് വെക്കുക കേട്ടോ. ഈ ബ്ലാക്ക് ക്ലോത്ത് നമ്മൾ ഇതുപോലെ മുകളിലായിട്ട് അരികുവശം മടക്കിയിട്ട് വേണം വെച്ച് തയ്ച്ചെടുക്കാൻ. ഇതുപോലെ നമുക്ക് താഴ്ഭാഗം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഡിസൈൻ ചെയ്യേണ്ട ക്ലോത്ത് ഇതുപോലെ 2 നമുക്ക് നല്ല ഭാഗം തമ്മിൽ ചേർത്ത് തയ്ച്ചെടുക്കാം. നമ്മൾ ഒരെണ്ണം കൂടി എടുത്തിട്ടുണ്ട്, അതുകൂടെ ഇതുപോലെ ജോയിൻ്റ് ചെയ്തെടുക്കണം കേട്ടോ.
ഇനി നമുക്ക് ഇതിനെ അങ്ങ് നിവർത്തി വയ്ക്കാം. നിവർത്തി വെച്ചതിന് ശേഷം ഇതിൻ്റെ നടു ഒന്ന് മടക്കി കൊടുക്കുക. നടു മടക്കി കൊടുത്തതിന് ശേഷം നമുക്കിതാ ഇതുപോലെ അങ്ങ് ഞൊറിവിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു ചാനലിൽ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്ലീവ്സ്, അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള ഫ്രോക്ക്, ഹെയർ ബോസ് എല്ലാം ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അതുകൂടെ പോയൊന്ന് കണ്ടു നോക്കൂ. ഇനി നമ്മൾ ആദ്യം തയ്ച്ചെടുത്തിട്ടുള്ള ഈ സ്ലീവിൻ്റെ മുകളിലോട്ട്, അതായത് ഞൊറിഞ്ഞ ഭാഗം ഉള്ളിലോട്ടും തയ്യൽ തുമ്പ് അങ്ങോട്ടേക്കും തള്ളിയിട്ട് നിൽക്കുന്ന രീതിയിൽ വെച്ചിട്ട് ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ഈ ഞൊറിവിനെ നമുക്ക് ഇതുപോലെ അങ്ങ് മറിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് പ്രസ് ചെയ്താൽ തന്നെ നല്ല വൃത്തിക്ക് കിട്ടും. എന്നിട്ട് നമുക്ക് അതിൻ്റെ മുകളിലൂടെ ഒന്ന് പതിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മളുടെ സ്ലീവിൻ്റെ സ്റ്റിച്ചിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു സ്ലീവാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്